ദൈവത്തിന്റെ ഫേവർ നമ്മളിൽ ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിന് നമ്മളെ വിശ്വസിക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിലെല്ലാം അപ്പുറമായി ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ കഴിയണം. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തതും ദൈവം എൻ്റെ കരങ്ങളിൽ ചിലത് ഏൽപ്പിച്ചത്. അങ്ങനെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവൻ നിങ്ങളെ വിശ്വസ്തന്മാർ എന്നെണ്ണി നിങ്ങളെ തെരഞ്ഞെടുത്തു. അപ്പോൾ എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അനുകൂലതയാണ്. അത് നിങ്ങൾ എവിടെ പോയാലും ദൈവം എൻ്റെ കൂടെയുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി, ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് ആര് കൊടുക്കുന്നു, അവരുടെ മേളിൽ ദൈവത്തിന്റെ അനുകൂലത ഉണ്ടാകും. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അനുകൂലത ഉണ്ടാകും. അവിശ്വസ്തനായിരിക്കാനുള്ള സാഹചര്യവും സാവകാശവും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോഴും നിങ്ങൾ വിശ്വസ്തരാകാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളുടെ സൈഡാണെങ്കിൽ, ആരും നിങ്ങളുടെ സൈഡ് നിൽക്കാനില്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും, നിങ്ങൾ ജയിച്ചിരിക്കും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും.